നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്പീഡ് ആൻഡ് ലവ് എന്ന ചൈനീസ് ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണേന് മുമ്പ് ലൈക്ക് ചെയ്യാത്തവരൊന്നും ലൈക്ക് ചെയ്തേക്കൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ കൂട്ടുകാരനും അതുപോലെ തന്നെ മുമ്മും വലിയൊരു റോഡിൽ വന്നിട്ടുണ്ട്. കാറൊക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡിൽ. മറ്റൊന്നല്ല, കൂട്ടുകാരന് പഠിക്കണമല്ലോ ഓണറുമായിട്ട് മത്സരിക്കുന്നതിന് മുമ്പ്. അതുകൊണ്ട് ജിന്നു കൊടുത്തൊരു ഹോംവർക്ക് പോലെയാണ് ഡ്രിഫ്റ്റ് ചെയ്ത് പഠിക്കാനായിട്ട്. കൂടെ തന്നെ മുമു ഉണ്ട്. ഇപ്പൊ മുമു ഇതൊക്കെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു കൊടുക്കും ജിന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ജിന്നൊരു വോയിസ് റെക്കോർഡ് അയച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഡ്രിഫ്റ്റ് ചെയ്യുന്നതെന്ന് അവന് പറഞ്ഞു കൊടുത്തതുപോലെ. ആക്സിലേറ്റർ ചവിട്ടി പിടിച്ച് പെട്ടെന്ന് തന്നെ ക്ലച്ച് ഇന്ന് റിലീസ് ചെയ്യണമെന്ന് അത് മുമുവിനെ കൂടെ എടുത്ത് കേൾപ്പിക്കും. പക്ഷെ മുമുവിന് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. എന്നാലും അവളിത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അങ്ങനെ ജിന്ന് പറഞ്ഞതുപോലെ തന്നെ കൂട്ടുകാരൻ കാറ് കയറിയിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നാൽ ഈ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവുന്നില്ല, വണ്ടി കറങ്ങി നിൽക്കുകയാണ്, ഡ്രിഫ്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ വേറൊരു വോയിസ് കൂടെ ഇട്ടിട്ടുണ്ട്, അതുകൂടെ എടുത്ത് കേട്ടു നോക്കും. അതിനകത്ത് മറ്റൊന്നുമല്ല, നല്ല വട്ടത്തിൽ കറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം, ആക്സിലേറ്റർ സ്റ്റിയറിംഗ് നല്ല രീതിയിൽ പിടിക്കണം, അതായത് അത് കൺട്രോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഡ്രിഫ്റ്റ് ആവും. ഇത് കേൾക്കുമ്പോൾ മുമുവിന് ഒരു കാര്യം ഓർമ്മ വരും. പണ്ട് മുമുവിന്റെ അച്ഛനും ഇതുപോലെ ചെയ്യുമായിരുന്നു, കാറൊക്കെ വെച്ച് ഡ്രിഫ്റ്റ് ചെയ്യുമായിരുന്നു. അന്ന് മുമുവിന്റെ അച്ഛൻ ഏത് ഡയലോഗാണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ജിന്നും പറയുന്നത്. അന്ന് അച്ഛൻ നല്ല രീതിയിൽ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ മുമുവിന് ഒരുപാട് സന്തോഷമാണ്. ഇനി സ്പീഡിൽ പോ അച്ഛാന്ന് അവള് പറയുന്നത്. എന്നാൽ ജിന്ന് ഒരുപാട് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവൻ നല്ലൊരു ഡ്രിഫ്റ്ററായി മാറി. എന്നാലും അവന് നല്ല സന്തോഷമായിരുന്നു. എന്തായാലും ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞിട്ട് മുമു അവനോട് പറയും വണ്ടി നല്ല രീതിയിൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ. അങ്ങനെ അവൻ അതും കേട്ടിട്ട് ഡ്രിഫ്റ്റ് ചെയ്യും. എന്നാൽ വണ്ടി ഡ്രിഫ്റ്റ് ആവത്തില്ല. പകരം അവിടെ ഇരിക്കുന്ന കുറെ വണ്ടി പുറത്തു പോകാതെ വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഇടിച്ചു കളയും. എന്തായാലും അത് കഴിയാത്തത് കൊണ്ട് തന്നെ അവൻ കാറ് ചവിട്ടി നിർത്തും. മുമു അവനോട് ചോദിക്കും എനിക്ക് ഇത്തിരി വണ്ടി ഓടിക്കാൻ തരുമോ, ഞാൻ ഓടിച്ചു നോക്കട്ടോ എന്ന്. അങ്ങനെ അവള് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കും. അവൾ ആക്സിലേറ്ററിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഓഫായി പോകും. നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഞാൻ എന്റെ അച്ഛന്റെ നോക്കി കണ്ടുപഠിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇതുവരെ ഓടിച്ചിട്ടില്ല എന്ന്. അവൻ ഇത് കേൾക്കുമ്പോൾ പേടിയാവും. ഏത് ആ കുടിയനോ? ആ കുടിയനാണോ നിന്നെ വണ്ടി ഓടിക്കാനായിട്ട് പഠിപ്പിച്ചത്? അങ്ങേർക്ക് നേരെ ചൊവ്വയുള്ള ബോധം പോലും ഇല്ല, എന്നിട്ടാണ് വണ്ടി ഓടിക്കാൻ പോയിരിക്കുന്നത്. എന്നാൽ അവൾ പറഞ്ഞു കൊടുക്കും പണ്ട് അവളുടെ അച്ഛൻ ഒരുപാട് ഡ്രിഫ്റ്റ് ചെയ്യായിരുന്നു, നല്ലൊരു റേസർ ആയിരുന്നു. പിന്നീട് ഈ ജീവിതം എന്തായതാന്ന് അറിയാൻ പാടില്ല. ചിലപ്പോൾ അമ്മയൊക്കെ കളഞ്ഞിട്ട് പോയത് കൊണ്ട് ആ വിഷമത്തിൽ അങ്ങനെ ആയതായിരിക്കാം, അറിയില്ല. എന്തായാലും അവൾ ഒരു ശ്രമിക്കും. പക്ഷെ അവൾ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നത് പോലെയല്ല ഓടിക്കുന്നത്, അടിപൊളിയായിട്ട് ഓടിക്കുന്നുണ്ട്. അച്ഛൻ ഓടിക്കുന്നത് കണ്ടു പഠിച്ചിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതും അച്ഛൻ പണ്ട് പറഞ്ഞു കൊടുത്ത പോലെയാണ് അവൾ ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. അതെല്ലാം അവൾക്ക് ഓർമ്മയുണ്ട്. കൂട്ടുകാരൻ ഇത് കണ്ട് ആകെ അന്തം വിട്ട് അന്താളിച്ചു പോകും. അവനെ കൊണ്ട് പോലും ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. എന്നാൽ മുമുവിനെ കൊണ്ട് കഴിഞ്ഞു. വീണ്ടും അവൾ ഡ്രിഫ്റ്റ് ചെയ്യണമെന്ന് പറയും. അതായത് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് നല്ല രീതിയിൽ ഡ്രിഫ്റ്റ് ചെയ്യണമെന്ന്. പക്ഷെ കൂട്ടുകാരനൊരു പേടി. അതെ, ഞാൻ വണ്ടിക്ക് പുറത്ത് നിന്നോളാന്ന് പറഞ്ഞിട്ട് അവൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിപ്പോവും. മുമ്പ് മാത്രമാണ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. എന്തായാലും അവനെ ഇറക്കി വിട്ടിട്ട് അവൾ നല്ല രീതിയിൽ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവളെ കൊണ്ട് കഴിയുന്നുണ്ട്. അവളൊരു പ്രോ ഡ്രൈവറായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ട് അങ്ങനെയൊന്നും ഓടിക്കാനൊന്നും കഴിയില്ല കേട്ടോ. അവൾ ഡ്രിഫ്റ്റ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ അങ്ങോട്ട് മറ്റേ ആ കൂട്ടുകാരി വന്നിട്ടുണ്ട്. മറ്റേ കാടൊക്കെ നോക്കിയിട്ട് ഭാവി പ്രവചിക്കുന്ന ആ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ, സ്നേക്ക് എപ്പോഴും പിടിച്ചോണ്ട് പോകുന്ന ആ ഒരു കൂട്ടുകാരി തന്നെ. കൂട്ടുകാരൻ അവളെ നേരത്തെ അറിയാം. നീ ആ കാടൊക്കെ നോക്കി പ്രവചിക്കുന്ന ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. അതല്ല, ഇവർ രണ്ടുപേരും ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഇപ്പൊ അവള് വന്നത് മുമുനെ വിളിച്ചോണ്ട് പോകാനായിട്ടാണ്. അവൾക്ക് ഏതോ ഒരു നല്ല സ്ഥലം അറിയാം. അതുപോലെ തന്നെ ഇവര് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഒരുമിച്ച് പഠിക്കാന്നും പറയുന്നുണ്ട്. ഒരുമിച്ച് രജിസ്റ്റർ ചെയ്ത് ഒരുമിച്ച് വണ്ടി പഠിക്കാന്ന്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരുപാട് സുന്ദരന്മാരായിട്ടുള്ള ആൾക്കാർ വരുന്ന സ്ഥലമുണ്ട്, അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് മുമുനെയും വിളിച്ച് അവൾ അവിടെ നിന്ന് പോകും. കൂട്ടുകാരന് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അവൻ പറഞ്ഞിട്ട് മുമു കേട്ടില്ല. ജിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ നല്ല രീതിയിൽ നോക്കണമെന്ന്. എന്നാലും നോക്കാനായിട്ട് കഴിഞ്ഞില്ല. അവള് തന്റെ ഇഷ്ടപ്രകാരം പോയി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചെല്ലുന്നത് ഒരു പാർട്ടിയിലാണ്. ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. അവിടെ തന്നെ ഒരുപാട് കാറുണ്ട്. പെർഫോമൻസ് ബേസ്ഡ് കാറുണ്ട്, ക്ലാസിക്കൽ കാറുണ്ട്, പഴയ കാറുണ്ട്. അതിനെപ്പറ്റി എല്ലാം അവള് പറഞ്ഞു കൊടുക്കും. ആര്? കൂട്ടുകാരി മുമുവിന് പറഞ്ഞു കൊടുക്കും. കൂട്ടുകാരിക്ക് ഇതിനെയൊക്കെ പറ്റി നല്ല അറിവുണ്ട്. ഈ നേരം കൂട്ടുകാരൻ വീട്ടിൽ വരുമ്പോൾ അവനെ കാണാനായിട്ട് ജിന്ന് വന്നിട്ടുണ്ട്. ജിന്ന് വന്നിട്ട് മുമു എന്തേന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കും. കൂട്ടുകാരി അവളെ വിളിച്ചോണ്ട് പോയി ഏതൊരു പാർട്ടിയിലോട്ടാണ് വിളിച്ചോണ്ട് പോയിരിക്കുന്നതെന്ന്. അത് കേട്ട് അവൻ മുമുവിനെ ഫോൺ വിളിക്കും. എന്നാലും മുമു ഫോൺ എടുക്കുന്നില്ല. അവള് മറ്റേ പാർട്ടിയിലായതുകൊണ്ട് തന്നെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഫോൺ എടുത്താൽ കേൾക്കില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അവള് കട്ട് ചെയ്തത്. എന്തായാലും അവിടെ നിൽക്കുമ്പോൾ കൂട്ടുകാരി അവളെ ഒരുത്തനെ വിളിച്ച് കാണിച്ചു കൊടുക്കും. അവനെ കാണാനായിട്ട് നല്ല രസമില്ലെന്നാണ് ചോദിക്കുന്നത്. എന്നാൽ അവൾക്ക് വലിയ താല്പര്യമില്ല. അവളുടെ മനസ്സിൽ ജിന്ന് കിടപ്പുണ്ടല്ലോ. കൂട്ടുകാരി ചോദിക്കും നിന്റെ ആളെങ്ങനെ, കാണാൻ അടിപൊളിയാണോ എന്ന്. എന്നാൽ അവള് പറയും അവൻ ഭയങ്കര പ്രശ്നമാണ്, എപ്പോഴും മിണ്ടത്തൊന്നുമില്ല, ഭയങ്കര ദേഷ്യക്കാരനാണ്, എന്നാലും പാവമാണ്. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, അത് കൂട്ടുകാരിയോട് പറഞ്ഞു കൊടുക്കും. വേറൊന്നുമല്ല, അവൾക്ക് പാഡ് വാങ്ങിച്ചു കൊടുത്ത സമയത്ത് അതിനകത്ത് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി കൂട്ടുകാരിയോട് ചെവിയിൽ ആരും കേൾക്കാതെ പറഞ്ഞു കൊടുക്കും. എന്നാൽ കൂട്ടുകാരി ചോദിക്കും അത് നിനക്ക് വേണ്ടി തന്നെ വാങ്ങിച്ചാണോ അതോ വേറെ ആർക്കെങ്കിലും വേണ്ടി വാങ്ങിച്ചാണോ? ഇനിയിപ്പോൾ അവന് വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിലോ? ഇതുകൂടെ കേൾക്കുമ്പോൾ മുമുന് കുറച്ചുകൂടെ ടെൻഷനാവും. അറിയത്തില്ല അത് ആർക്ക് വേണ്ടിയാ വാങ്ങിച്ചതെന്ന്. മുമുന് അവനോട് ചോദിക്കണമെന്നുണ്ട്. എന്നാൽ ചോദിച്ചാൽ ഇനി അവൻ എന്തെങ്കിലും കരുതിയാലോ, അവനെ അവളെ ഒരു അനിയത്തിയെ പോലെയാണ് കാണുന്നതെങ്കിലോ? ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് അവൾ ചോദിക്കാത്തത്. പക്ഷേ മുമുവിനോട് ജിന്നിന് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടോ എന്ന് അത് കണ്ടുപിടിക്കണ്ടേ. അത് കണ്ടുപിടിച്ചാലല്ലേ എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അവനിനി അവളെ ഇഷ്ടമാണെങ്കിലോ? അതുകൊണ്ട് തന്നെ
കൂട്ടുകാരി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും. പൊതുവെ ആൺകുട്ടികൾക്ക് അവരിഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ വേറെ ആൺകുട്ടികളുമായിട്ട് പോകുന്നതോ അല്ലെങ്കിൽ മിണ്ടുന്നതോ കാണുമ്പോൾ അവർക്ക് എന്തോ വിഷമം പോലെയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ആ ഒരു ഈഗോ പുറത്തു വരും. അവന്റെ ആ ഒരു ജലസിൽ കൂടെ അത് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അത് കൂട്ടുകാരി പറയും. അതിനു മുമ്പ് ഒരു ആൺകുട്ടീനെ കണ്ടുപിടിക്കണം. അതിപ്പോ ആരെ കണ്ടുപിടിക്കുമെന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരി ഓരോരുത്തരായിട്ട് കാണിച്ചു കൊടുക്കും. അതിന്റെ ഇടയിൽ തന്നെ ജിന്നുമായിട്ട് റേസ് ചെയ്ത ഒരുത്തനുണ്ടല്ലോ, അവനും ഉണ്ട്. അന്ന് മുമുനെ വന്ന് വില ചോദിച്ചില്ലായിരുന്നോ, അവൻ തന്നെ. മുമു ചോദിക്കും അവനെങ്ങനെ അവനെ കൊണ്ടുപോട്ടോന്ന്. എന്നാല് അവൻ ആ ഏരിയയിൽ തന്നെ ഏറ്റവും വലിയ പ്ലേ ബോയ് ആണ്. എല്ലാ പെൺകുട്ടികളോടും ഒരേപോലെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അവന്റെ അടുത്ത് വേണ്ട, അവന്റെ അടുത്ത് ചെന്ന് പെടുവാണെങ്കിൽ എല്ലാ കാര്യത്തിലും തീരുമാനമാവുമെന്ന് പറഞ്ഞ് കൂട്ടുകാരി അവളെ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കുന്നുണ്ട്. അവന്റെ കൂടെ കൂട്ടുകൂടണ്ടാന്ന്. കാരണം അവൻ അങ്ങനത്തെ ഒരുത്തനാണ്. ആ നേരമായിരിക്കും നമ്മുടെ ഓണറിന്റെ എൻട്രി. അവനൊരു സൂപ്പർ കാറിലാണ് അങ്ങോട്ട് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. കൂട്ടുകാരി പറഞ്ഞു കൊടുക്കും അവനാണ് അടിപൊളി, അവൻ എന്റെ കസിനാണ്, അതുമല്ല അവന്റെ ബർത്ത്ഡേ ആണ്, അവനാണ് ഈ പാർട്ടി വെച്ചേക്കുന്നതെന്ന്. അവനെ കാണാനും നല്ല രസമുണ്ട്, ജിന്നുമായിട്ട് പിടിച്ച് നിൽക്കുകയും ചെയ്യും. അപ്പൊ അവനെ സെറ്റാക്കി തരട്ടോ എന്ന് ചോദിക്കും. അതായത് ഇഷ്ടത്തിനല്ല, കുറച്ച് ദിവസം ജിന്നിനെ ഒന്ന് ജലസ് അടുപ്പിക്കാനായിട്ട്. ഓണറിനെ കണ്ട ഉടനെ കൂട്ടുകാരി അങ്ങോട്ട് വിളിക്കും. എടാ ഇങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞിട്ട്. അവൻ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കൂട്ടുകാരി മുമ്മുനെ പിടിച്ച് തള്ളും അങ്ങോട്ട് പോയെന്ന് പറഞ്ഞിട്ട്. അവൾ അറിയാതെ ചെന്ന് അവന്റെ മുമ്പിൽ പെട്ടുപോവാണ്. ആ നേരം കൂട്ടുകാരി അവൻ അറിയാതെ തന്നെ അവന്റെ അവളുടെയും ഫോട്ടോ എടുക്കും. അവൻ അവളുമായിട്ട് മിണ്ടുന്നത് പോലെ. എന്നാൽ ഒറിജിനലായിട്ട് അവൻ മിണ്ടിയിട്ടൊന്നുമില്ല. ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്. മനസ്സിലാകില്ലേ? ആ ഫോട്ടോ എന്തിനാന്ന് വെച്ചാൽ ജിന്നിന് അയച്ചു കൊടുക്കാനാണ്. അവൻ കൂട്ടുകാരിയെ കണ്ട ഉടനെ വന്ന് മിണ്ടും. പ്രത്യേകിച്ച് അവൻ പറയുന്നുണ്ട് ഇന്ന് എന്റെ കാറിലൊന്നും തൊടാൻ പാടില്ല എന്ന്. എവൾക്ക് ഈ കാർ എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. ആ കാറൊന്നും തൊട്ട് അഴുക്കാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോവും. കൂട്ടുകാരി അതേന്ന് പറഞ്ഞിട്ട് മുമുന്റെ അടുത്ത് വരികയാണ്. അതുമല്ല മുമുന് ആ ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ജിന്നിന് സെൻഡ് ചെയ്ത് കൊടുക്കണം. അതുമല്ല നിന്റെ ലൊക്കേഷന് സെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അവനോട് പറയണം ഞാനിത് അറിയാതെ സെൻഡ് ചെയ്തതാണ്, ഡിലീറ്റ് ആക്കാൻ കഴിയത്തില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ അവന് ജലസ് അടിക്കും. പക്ഷേ നീ അറിയാതെ അയച്ചതുപോലെയല്ലേ കിടക്കുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കൂട്ടുകാരി അവളോട് അങ്ങനെ ചെയ്യാനായിട്ട് പറയും. അതേപോലെ തന്നെ മുമു ചെയ്യുന്നുണ്ട്. അത് ജിന്നിനെ ദേഷ്യം പിടിപ്പിക്കാനും ജലസ് പിടിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. ഈ നേരം ജിന്നിനെ കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട് ആ സെയിം പാർട്ടിയില്ലേ അങ്ങോട്ട് പോവാനായിട്ട്. ജിന്ന് അങ്ങോട്ട് വരുന്നില്ല, അവൻ വേറെ ആരെയോ കാണാനായിട്ട് പോവാണെന്ന് പറയുമ്പോൾ അവന്റെ ഫോണിലോട്ട് മുമുവിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അവളും അവന് നിൽക്കുന്ന ഫോട്ടോയും അതുപോലെ തന്നെ അവളുടെ ലൊക്കേഷനും. ഇത് കാണുമ്പോൾ അവൻ ടെൻഷനാവും. അവൻ കൂട്ടുകാരനെ വിളിച്ചിട്ട്, അതായത് നേരത്തെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പഠിച്ച കൂട്ടുകാരനെ വിളിച്ചിട്ട് ഈ കൂട്ടുകാരിയുടെ നമ്പർ ഒപ്പിക്കും. കാരണം മുമുവിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ, അങ്ങനെ കണ്ടുപിടിക്കാനായിട്ടാണ്. ഇപ്പം വിളിച്ച കൂട്ടുകാരൻ മറ്റാരുമല്ല, ഡ്രിഫ്റ്റ് ചെയ്തതാണ്. നേരത്തെ വിളിച്ചതാണെങ്കിൽ ആ കളർ മുടി ചെയ്ത കൂട്ടുകാരൻ. മനസ്സിലായില്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. എന്തായാലും അവൻ കാർ എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് മുമുവിനെ കാണാനായിട്ട്. വീണ്ടും മുമുവിനെയും കൂട്ടുകാരിനെയും കാണിക്കുവാണെങ്കിൽ സ്നേക്കിയുടെ ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കൂട്ടുകാരിനെ പിടിച്ചോണ്ട് പോകാനായിട്ട്, അവളുടെ ഭാവി പ്രവചിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. ഇത് കാണുന്ന കൂട്ടുകാരി ഞാൻ ഇപ്പം വരാം, നീ അകത്ത് പോയി നിന്നോ, എമാരുടെ അടുത്ത് പെട്ടുപോകണമെങ്കിൽ എന്റെ കാര്യത്തിൽ തീരുമാനമാവുമെന്ന് പറഞ്ഞ് കൂട്ടുകാരി അവിടെ നിന്ന് പോകും. മുമുവിനോട് അകത്ത് കയറി പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അകത്ത് കയറിപ്പോവും. അവിടെ ഒരു കിളിയൊക്കെ ഇരിപ്പുണ്ട്. അതിനെ ചെന്ന് കൊഞ്ചിക്കുകയാണ്. ആ കിളിയുടെ ഭാഷയിൽ സംസാരിക്കും. അത് സംസാരിക്കുന്നത് പോലെ ആ ഒരു ഹൈ ഫ്രീക്വൻസി പിച്ചിൽ സംസാരിക്കും. ആ നേരം മറ്റേ ആ ഒരു വലിയ പ്ലേ ബോയ് ഉണ്ടല്ലോ ജിന്നുമായിട്ട് മത്സരം വെച്ച്, അവൻ അങ്ങോട്ട് വരും. മുമ്മുമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മുമ്മുനോട് ചോദിക്കും എന്റെ ഒരു ഊഹപ്രകാരം നീ ജിന്നിന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും ആയിരിക്കത്തില്ല, നീ സത്യം പറ, നിനക്ക് ജിന്നിനെ പറ്റി എന്തൊക്കെ അറിയാം, നിനക്ക് എന്തൊക്കെ രഹസ്യങ്ങൾ അവനെ പറ്റി വേണം, അതെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്, ഞാൻ തരുന്ന ഒരു സാധനം കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അതുവഴി ഒരു ലേഡി നടന്നു പോകുന്നുണ്ട്. ഒരു വെയിറ്റർ ലേഡിയാണ്. അവരുടെ പ്ലേറ്റിൽ ഇരിക്കുന്ന 2 ഡ്രിങ്ക്സ് എടുക്കുന്നുണ്ട്. അതെടുത്ത് അവൾക്ക് കൊടുക്കും. എവളെ ആക്കിക്കൊണ്ടല്ലേ സംസാരിക്കുന്നത്, ഇതൊക്കെ നീ കഴിക്കണം, നീ കുഞ്ഞുകുട്ടിയാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തില് അവന്റെ അടുത്ത് അവള് വലിയ ആളാണെന്ന് കാണിക്കാനായിട്ട് അതിലൊരു ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കും. ഇതെല്ലാം നോക്കിക്കൊണ്ട് നമ്മുടെ ഓണർ അവിടെ നിൽപ്പുണ്ട്. ഓണറിനറിയാം ഇവൻ ഏറ്റവും വലിയ പ്ലേ ബോയ് ആണ്, ഇവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന്. അതുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മുമ്മുന് എന്തോ ഒരു തലകറക്കം ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹം ചൊറിയുന്നുണ്ട്. അവള് ബോധം കെട്ട് തറയിൽ വീഴാൻ നേരത്ത് ഓണർ ഓടി വന്ന് അവളെ പിടിക്കുകയാണ്. അവള് തറയിൽ വീഴുന്നില്ല. ഇതിനർത്ഥം ആ പ്ലേ ബോയ് അവൾക്ക് ജ്യൂസിൽ എന്തെങ്കിലും കലക്കി കൊടുത്തിട്ടുണ്ടെന്നാണോ? അറിയില്ല, അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഈ നേരം പുറത്ത് കൂട്ടുകാരി അവന്മാർ കാണാതെ ഒളിഞ്ഞ് നടക്കുകയാണ്. ആ നേരം അവളുടെ ഫോണിലോട്ട് ജിന്നു വിളിക്കും. മുമു എന്തെന്ന് ചോദിച്ചിട്ട്. എന്നാലും മുമു കൂടെ ഇല്ലല്ലോ. അവൾ അങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റവന്മാര് ഈ കൂട്ടുകാരിനെ കാണും. അവളെ പിടിക്കാനായിട്ട് അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നിലവിളി, അവൾ എന്നെ വിടണേന്നുള്ള നിലവിളി ഫോൺ വഴി ജിന്ന് കേൾക്കുന്നുണ്ട്. ജിന്ന് ചുറ്റും നോക്കുമ്പോൾ കൂട്ടുകാരിനെ അവന്മാര് പിടിച്ചോണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവന്മാരുടെ അടുത്ത് എന്നിട്ട് അവന്മാരെ മിരട്ടി ഓട്ടിക്കും. ജിന്നിന്റെ അടുത്ത് കളിയൊന്നും നടക്കത്തില്ല, കാരണം അവന് ബോക്സിംഗ് അറിയാം. അവന്മാര് സാധാരണപ്പെട്ട ആൾക്കാരാണ്. ജിന്നിനെ കണ്ട് പേടിച്ചിട്ട് തൽക്കാലം അവന്മാർ അവിടെ നിന്ന് മാറിപ്പോവും. ഇപ്പൊ മുമ്മു എന്തെന്ന് ചോദിക്കുമ്പോൾ എന്റെ കൂടെ വാ, ഞാൻ മുമ്മുനെ കാണിച്ചുതരാന്ന് പറഞ്ഞ് കൂട്ടുകാരി അകത്തോട്ട് പോകും ജിന്നിനെയും വിളിച്ചുകൊണ്ട്. ആ നേരം മുമ്മുനെ കാണിക്കുകയാണെങ്കിൽ മുമ്മുന്റെ ബോധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുമല്ല അവളെ എടുത്തുകൊണ്ട് തന്നെ ഓണർ വന്നിട്ടുണ്ട്. ഓണർ അവളെ ഒരു റൂമിൽ കൊണ്ടുവന്ന് കിടത്തും. അവൾക്ക് എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല. ആ ഡ്രിങ്ക്സിൽ എന്തോ കലക്കിയിട്ടുണ്ടെന്നാണ് ഓണർ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓണർ അവളെ റൂമിലെടുത്ത് കിടത്തിയിട്ട് അവൾക്ക് ബെഡ്ഷീറ്റ് പുതപ്പിച്ചു കൊടുക്കുകയാണ്. അവൻ മോശ ഉദ്ദേശത്തോടു കൂടിയൊന്നല്ല എടുത്തോണ്ട് വന്നിരിക്കുന്നത്. ആ നേരം ജിന്നോട് അകത്തോട്ട് കയറി വരും. കൂടെ കൂട്ടുകാരിയുണ്ട്. ജിന്നിന് ഇത് കാണുമ്പോൾ
കാണുമ്പോൾ എന്തോ പോലെ തോന്നും. അവൻ തെറ്റിദ്ധരിക്കുകയാണ്, ഓടി വന്ന് ഓണറിനെ തള്ളി മാറ്റും. എന്നിട്ട് മുമ്മുന് എന്താ പറ്റിയെന്ന് നോക്കുകയാണ്. അതുമല്ല, ഈ ഒരു ഓണറിന്റെ തന്തയ്ക്ക് അവൻ വിളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ അച്ഛന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഓണറിന് ദേഷ്യം വരും. എന്താടാ പറഞ്ഞെന്ന് ചോദിച്ച് ജിന്നിനെ പിടിച്ചു നിർത്തും. യവന്മാർ രണ്ടുപേരും കൂടെ പൊരിഞ്ഞ ഫൈറ്റ്. രണ്ടുപേരും ബോക്സിംഗ് പഠിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഫൈറ്റിന്റെ ഇടയിൽ ജിന്നിനെ പിടിച്ച് അവൻ അടിക്കുന്നുണ്ട്. അടിക്കുമ്പോൾ ഒരു കേക്കിന്റെ മണ്ടയിൽ കൂടെ മറിഞ്ഞു വീഴും. ജിന്നിന് കേക്കെന്ന് പറഞ്ഞാൽ വെറുപ്പാണ്. അങ്ങനെ ആ ദേഷ്യത്തിൽ വീണ്ടും ഫൈറ്റ് ചെയ്യും. ഈ ഫൈറ്റിന്റെ ഇടയിൽ തന്നെ മറ്റേ ഓണറിന്റെ കൈയാണെങ്കിൽ പ്ലേറ്റിലൊക്കെ പോയി കൊണ്ടിട്ട് കൈയൊക്കെ മുറിയുന്നുണ്ട്. നല്ല രീതിയിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. അവസാനം കുറെ നേരം ഫൈറ്റ് ചെയ്യുമ്പോഴായിരിക്കും മുമ്മും ബോധത്തിലോട്ട് വരുന്നത്. അവള് ബോധത്തിൽ വന്നെന്ന് കൂട്ടുകാരി വിളിച്ചു പറയും. തൽക്കാലത്തേക്ക് അവന്മാര് ഫൈറ്റ് നിർത്തിയിട്ട് ജിന്ന് ഓടിച്ചെന്ന് അവളെ നോക്കും. അവളെ നോക്കുമ്പോൾ അവളുടെ ദേഹത്തെല്ലാം തടുപ്പ് വന്നിട്ടുണ്ട്. അതിനർത്ഥം ആ ഡ്രിങ്ക്സിലൊന്നും കലക്കിയതല്ല, അവൾക്ക് എന്തോ അലർജി വന്നതാണ്. അവളോട് ചോദിക്കും, നീ പീച്ച് വല്ലതും കഴിച്ചോന്ന്. പീച്ച് ഒരു തരം ഫ്രൂട്ടാണ്, അവൾക്ക് അത് അലർജിയാണ്. അത് കഴിക്കുമ്പോഴാണ് അവൾക്ക് അങ്ങനെ വരുന്നത്. അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്ക് ആ ഡ്രിങ്ക്സ് കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ, പക്ഷേ ആ ഡ്രിങ്ക്സിന് പീച്ചിന്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന്. അതിനർത്ഥം അത് പീച്ചിന്റെ ഫ്ലേവർ ഉള്ള ഡ്രിങ്ക്സ് ആയിരുന്നു. അത് അവൾക്ക് അലർജിയാണ്. അതുകൊണ്ടാണ് അവൾക്ക് അലർജി വന്നത്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം മരുന്നെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അവന്റെ കോട്ടൂരി അവൾക്ക് ഇട്ടുകൊടുത്തിട്ട് അവളെ പൊതിഞ്ഞ് അവിടെ നിന്ന് എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ട് പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ ആ അടി കൊണ്ട് നിൽക്കുന്ന ഓണറിനെ നോക്കിയിട്ട് പറയാണ്, ഞാൻ നിന്നെ ഉപദ്രവിച്ചു എന്നറിയാം, നീ എനിക്ക് ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് പിന്നെ ഞാൻ ഉപകാരം ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോവും. ജിന്നിന് മനസ്സിലായി ചുമ്മാതാണ് അവന്മാരെ തമ്മിൽ അടി കൂടിയെന്ന്. സത്യം പറഞ്ഞാല് മുമ്മുനെ അവൻ എടുത്തോണ്ട് വന്ന് ഇവിടെ കിടത്തിയതാണ് അവൾക്ക് വയ്യാതായത് കൊണ്ട്. പക്ഷെ ജിന്ന് എന്താ വിചാരിച്ചത്, അവൻ വേറെ രീതിയിൽ വിചാരിച്ചിട്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത്. അതുകൊണ്ടാണ് അവനോട് ഞാൻ നിന്നെ പിന്നെ വന്ന് കണ്ടോളാന്ന് പറഞ്ഞിട്ട് പോയത്. അതായത് തിരിച്ചു വന്ന് അടിക്കുമെന്നല്ല, അവൻ ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരമായിട്ട് പിന്നെ ഒരു കാര്യം ചെയ്തു കൊടുക്കാന്ന്. അറിയില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമായിരിക്കും. അങ്ങനെ മുമു, ജിന്ന്, അതുപോലെ തന്നെ കൂട്ടുകാരി, ഇവര് മൂന്നുപേരും കൂടെ ഹോസ്പിറ്റലിൽ ചെല്ലും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ജിന്ന് ഒന്നും മിണ്ടുന്നില്ല. അവൻ മരുന്ന് വാങ്ങാനും ഓരോ ആവശ്യത്തിനുമായിട്ട് പോവാണ്. മുമ്മും കൂട്ടുകാരി അവിടെ ഇരിപ്പുണ്ട്. കൂട്ടുകാരി അവളെ ഒന്ന് പൊക്കും. കാരണം മറ്റൊന്നുമല്ല, ഇത്രയും നാളായിട്ട് മുമ്മുനെ അവൻ കണ്ടിട്ടില്ല. എന്നാൽ അവളെ കുറെ നാൾക്ക് ശേഷം കണ്ടിട്ടും അവൻ ഇപ്പോഴും ഓർമ്മയുണ്ട് അവൾക്ക് പീച്ച് അലർജിയാണെന്നുള്ള കാര്യം. പണ്ടവര് കുട്ടിക്കാലത്ത് കണ്ടതല്ലേ. അതിനർത്ഥം അവൻ ഇടയ്ക്കിടയ്ക്ക് അവളെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അവൾ അത്ര ഇഷ്ടമായത് കൊണ്ടല്ലേ അവൻ ഇപ്പോഴും ഓർത്തു വെച്ചേക്കുന്നത് അവൾക്ക് പീച്ച് അലർജിയാണെന്ന്. ഈ കാര്യമൊക്കെ അവളോട് പറയുമ്പോൾ മുമ്മുന് ക്രഷ് അടിക്കുകയാണ്. പിന്നീട് അവര് മൂന്നുപേരും കൂടെ പോയി ഡോക്ടറിനെ കാണും. അവൾക്ക് സീരിയസ് ആയിട്ടൊന്നുമില്ല, അലർജി മാത്രമാണ്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്, ഇന്ന് രാത്രി മൊത്തം ഇവിടെ കിടന്ന് ഉറങ്ങണം. അവളൊന്ന് ഒബ്സർവേഷൻ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ അസുഖം കൂടിയാലോ. അതുമല്ല, വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അവൾക്ക് മാൽന്യൂട്രീഷൻ ആണ്. അതായത് കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നില്ല. അവൾ ഫുഡ് കഴിക്കാറില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇത് കേൾക്കുന്ന കൂട്ടുകാരിക്ക് ദേഷ്യം വന്നിട്ട് ജിന്നിനെ ചീത്ത പറയും. നീ അവളുടെ കൂടെ ഉണ്ടായിട്ട് അവൾക്ക് നല്ല രീതിയിൽ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാത്തത് എന്താന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ജിന്നിനെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാനായിട്ട്, അവളെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടുകാരി അങ്ങനെ ദേഷ്യപ്പെട്ടത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ മൂന്നുപേരും കൂടെ റൂമിൽ പോകും. മുമ്മുനെ റൂമിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരി അവൾക്ക് ആപ്പിളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് എന്റെ കസിനെ പോയി കാണണം, അവൻ എന്തായി കാണുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. മറ്റൊന്നല്ല, മുമ്മുനെയും ജിന്നിനെയും ഒറ്റയ്ക്കാക്കാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന വഴിക്ക് തന്നെ ഓരോ ആംഗ്യങ്ങൾ കാണിച്ചിട്ടാണ് പോകുന്നത്, നല്ല രീതിയിൽ ഈ സമയം മുതലെടുത്തോണമെന്ന്. എന്നാൽ ഇത് ജിന്നൊന്നും കാണുന്നില്ല കേട്ടോ. കൂട്ടുകാരി അവിടെ നിന്ന് പോയതിനു ശേഷം മുമ്പ് പാപ അഭിനയിച്ച് അവിടെ അങ്ങനെ കിടക്കുകയാണ്. അതുമല്ല, അവളുടെ മനസ്സിലെ ടെൻഷൻ വേറൊന്നുമല്ല. ഇവൻ ഒറിജിനലായിട്ട് അവളെ ഇഷ്ടമായിരുന്നെങ്കിൽ മറ്റവനെ പറ്റി ചോദിക്കുമായിരുന്നല്ലോ, അവനും എവളുമായിട്ട് എന്താണ് കണക്ഷൻ എന്ന്. എന്നാൽ അതൊന്നും അവൻ ചോദിക്കുന്നില്ല. പതിയെ അവൻ ചെന്നിട്ട് അവൾക്ക് വെള്ളം എടുത്തു കൊടുക്കുകയാണ്. അവൾ അങ്ങോട്ട് തന്നെ ഒരു ചോദ്യം ഇട്ട് കൊടുക്കും, നിങ്ങൾ തമ്മിൽ അറിയോ, അവനാണ് എന്നെ രക്ഷിച്ചതെന്ന്. എന്നാൽ അവൻ അതിനെപ്പറ്റി കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല. അവൻ ചോദിക്കും, നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധമെന്ന്. അപ്പൊ അവള് പറഞ്ഞു കൊടുക്കും, അത് കൂട്ടുകാരിയുടെ കസിൻ ആണെന്നുള്ള കാര്യം, വേറെ കണക്ഷൻ ഒന്നുമില്ല. ഇവൾക്ക് അത് അവനോട് പറയണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ അത് അവൻ തെറ്റിദ്ധരിച്ചാലോ, അല്ലെങ്കിൽ ഇവര് തമ്മിൽ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച് അവന്റെ ഇഷ്ടം എവളോട് പറയാതിരുന്നാലോ, ആ പേടിയിലാണ് ഇവള്. ഇപ്പൊ അവൻ ഒരു കാര്യം ചോദിക്കും, നിനക്ക് വിശക്കുന്നുണ്ടോന്ന്. അവൾ ആ ഒരു ക്വസ്റ്റ്യൻ അല്ല പ്രതീക്ഷിച്ചത്, പകരം അവനെ പറ്റി കൂടുതൽ ചോദിക്കാനായിരുന്നു. എന്നാൽ അവൾ വിഷമിച്ചിട്ട് പറയും, എനിക്ക് വിശപ്പൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഒന്നും വേണ്ടാന്ന്. കുറച്ചു നേരം കഴിഞ്ഞ് ജിന്നിന് പോകാനായിട്ടുള്ള സമയമായി. അവൻ ഞാൻ പോവാ, എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ മുമ്പ് വിളിച്ചിട്ട് അവനോട് പറയും, എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പരിചയമില്ല, അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്റെ കൂടെ നിൽക്കാമോന്ന്. അവനും അത് കറക്റ്റാണെന്ന് തോന്നും. ഇവൾക്ക് ഒരുപാട് നിന്ന് പരിചയമൊന്നുമില്ല. ഇവൾ ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി അവൻ അവളുടെ കൂടാണ് സമയം പങ്കിടുന്നത്. എന്തായാലും അവൻ വന്ന് അവളുടെ അടുത്തിരിക്കും. അവൾ അവനോട് ചോദിക്കും, നീ ഇപ്പൊ ഇവിടെ ഇരുന്നാല് നിനക്ക് വേണ്ടി ആരെങ്കിലും കാത്തിരിപ്പുണ്ടെങ്കിലോ, നിനക്ക് ഗേൾ ഫ്രണ്ട് വല്ലതും ഉണ്ടോ, നീ അവരെ കാണാൻ വേണ്ടിയിട്ടാണോ പുറത്തു പോകുന്നത്. ഇവ ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലത്ത് മുങ്ങുമല്ലോ, ഏതോ ഒരു റേസിംഗിന്റെ കാര്യം സംസാരിക്കാൻ പോകുന്നതാണ്. എന്നാൽ അവള് വേറെ രീതിയിലാണ് അത് കരുതിയിരിക്കുന്നത്. അവനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവന് കാര്യം മനസ്സിലായി, അവൾക്ക് എന്തോ ഡൗട്ട് ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവൻ പറയും, എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല, അതുപോലെ തന്നെ എന്നെ കാത്തിരിക്കാനായിട്ട് ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നിന്റെ കൂടെ ഇല്ലെങ്കിൽ അത് നിനക്ക് വിഷമാവത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, ഞാനിപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണെന്ന്. എന്നാൽ അവൻ പോകുമ്പോൾ അവൾക്ക് വിഷമാവും. അപ്പോഴാണ് അവൾക്ക് വിശക്കുന്നെന്ന് അവൾ പറയാ. അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു, എന്നാലും മനസ്സിലൊരു വിഷമം കിടക്കുന്നത് കൊണ്ടാണ് അവനോട് അങ്ങനെ പറഞ്ഞത് വിശക്കുന്നില്ല എന്ന്. അതുമല്ല, ഇതിന്റെ ഇടയ്ക്ക് തന്നെ അവൾ ക്ഷമ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ എന്താ പറഞ്ഞെന്നറിയാമോ? ഈ സമയം അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന്. മറ്റൊന്നുമല്ല, എവളെ കാരണമാണല്ലോ രണ്ടുപേരും അടി കൂടിയത്. അതിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. എന്തായാലും അവൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവൻ അവിടെ ഇരിക്കുന്ന ഒരു ആപ്പിൾ എടുക്കും. അതും അവളുടെ അപ്പുറത്തൂടെയാണ് എടുക്കുന്നത്, അവളുടെ നേരെ കൂടെ. ആ നേരമായിരിക്കും കൂട്ടുകാരൻ അങ്ങോട്ട് കയറി വരുന്നത്. കൂട്ടുകാരൻ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ജിന്ന് മുമ്മുന്റെ അടുത്തോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അവൻ തെറ്റിദ്ധരിക്കും. എന്താടാ നീ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ അവ അടുത്തോട്ട് വരുമ്പോൾ അവ ആപ്പിളും പിടിച്ച് നിൽക്കുകയാണ്. എന്നാൽ കൂട്ടുകാരൻ തെറ്റിദ്ധരിക്കും. വാ, എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ജിന്നിനെയും പിടിച്ച് അവൻ പുറത്തോട്ട് ഇറങ്ങിപ്പോകും. എന്നിട്ട് ജിന്നിനോട് ചോദിക്കും, നീ എന്താടാ അവിടെ ചെയ്തേന്ന്. അവൻ പറയും, ഞാൻ ആപ്പിൾ എടുത്തേന്ന്. അതുമല്ല, ഇപ്പൊ ഇവർ രണ്ടുപേരും അടുത്ത് നിൽക്കുന്നത് കൂട്ടുകാരൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ജിന്നിനോട് ഒരു കാര്യം പറയും. മുമ്പ് ഇന്ന് എന്നോട് ചോദിച്ചു, നിനക്ക് വല്ല ഗേൾ ഫ്രണ്ടും ഉണ്ടോന്ന്. ഞാൻ അവളോട് എന്താ പറഞ്ഞെന്ന് അറിയാമോ? അത് ഒഫീഷ്യൽ അല്ല, എനിക്കറിയില്ല, ചിലപ്പോൾ അവന് കാണുമെന്നാണ്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ജിന്നിന് ദേഷ്യം വരും. എന്താണ് നീ കള്ളം പറഞ്ഞത്? എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞൂടെ എന്ന് ചോദിച്ചിട്ട് അവനെ ആപ്പിൾ എറിഞ്ഞു കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകും. ജിന്നിന് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല കേട്ടോ. പിന്നീട് അവൻ അകത്ത് വരുമ്പോൾ മുമ്പ് ഫോൺ എടുത്ത് കൂട്ടുകാരിക്ക് മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അവൻ വന്നതുകൊണ്ട് തന്നെ ഫോൺ മാറ്റി വയ്ക്കും. അവൻ വന്നിട്ട് എന്താ ചെയ്യുന്നത്? അവൾക്ക് ആപ്പിൾ ചെത്തി കൊടുക്കുകയാണ്. കാരണം നേരത്തെ ആപ്പിൾ ചോദിച്ചപ്പോൾ കൂട്ടുകാരൻ വന്ന് വിളിച്ചോണ്ട് പോയില്ലേ. ഈ ആപ്പിൾ ചെത്തുന്ന സമയത്ത് അവൻ അവളോട് പറയും, എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന്. അവൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ. കൂട്ടുകാരനോട് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു കൊടുത്തതാണ്. ആ നേരം അങ്ങോട്ട് ഒരു നേഴ്സ് കൂടെ കയറി വരും. അതുപോലെ അവൾക്ക് കഴിക്കാനായിട്ട് ആപ്പിളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നേഴ്സ് കയറി വന്നിട്ട് ജിന്നിന്റെ ഒരു സൈൻ വാങ്ങുന്നുണ്ട്. കാരണം അവളുടെ ബൈസ്റ്റാൻഡർ ആണല്ലോ. അവൻ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നേഴ്സ് കൊടുത്ത ആ പേന തെളിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ഇരിക്കുന്ന പേനയാണ് എടുക്കുന്നത്. അത് വേറൊരു പേനയല്ല, മുമ്പ് കൊടുത്ത ആ സെയിം പേന തന്നെയാണ്. പണ്ട് അവളെ എഴുതാൻ പഠിപ്പിച്ച സെയിം പേന. ഇത് കാണുമ്പോൾ അവൾക്ക് വീണ്ടും ക്രഷ് അടിക്കും. അവൾ അതൊക്കെ ആലോചിച്ച് ആപ്പിളും കടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്, അതും ചിരിച്ചുകൊണ്ട്. ജിന്നിന് മനസ്സിലാവുന്നില്ല അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഈ നേരം കൂട്ടുകാരി ഓണറിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഓണർ മുഖത്ത് അടിയൊക്കെ കൊണ്ടിട്ട് ഐസ് വെച്ചിരിക്കുകയാണ്. ഓണർ ഒരു കാര്യം ഇല്ലാതെയാണ് അടി ഉണ്ടാക്കാൻ പോയിരിക്കുന്നത്. എന്നാൽ അവന്റെ അച്ഛന് പറഞ്ഞത് കൊണ്ടാണ് അവൻ അടി ഉണ്ടാക്കിയത്. അതല്ല, അത് ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ടായ അടിയല്ലേ. ഇപ്പം കൂട്ടുകാരി ഒരു കേക്കുമായിട്ട് വന്നിട്ട് അവനെ സമാധാനപ്പെടുത്തും. ഇന്ന് അവന്റെ ബർത്ത്ഡേ ആണല്ലോ. എന്നാലും അവൻ അടി കിട്ടി, പക്ഷെ അവള് സമാധാനപ്പെടുത്തുന്നുണ്ട്. അവൾ എന്റെ നല്ലൊരു കൂട്ടുകാരിയാണ്, ഞാൻ പ്ലെയിനിൽ വെച്ച് കണ്ടതാന്ന് പറഞ്ഞിട്ട്. കട്ട് ചെയ്താൽ മുമ്മുവിന്റെ അച്ഛനെയും അതുപോലെ തന്നെ രണ്ടാനമ്മയും കാണിക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും വീട്ടിലുണ്ട്. അമ്മ ചോദിക്കുന്നുണ്ട് മുമ്മുവിനെ കാണാനായിട്ട് പോണോന്ന്. എന്നാൽ അച്ഛൻ പറയും, കൂടെ തന്നെ ജിന്നുണ്ട്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, നമുക്ക് പിന്നെ സമയം കിട്ടുമ്പോൾ പോയാൽ മതി, അല്ലെങ്കിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാന്ന്. ഇതും പറഞ്ഞിട്ട് അച്ഛൻ കിടക്കാനായിട്ട് പോവുകയാണ്. പിറ്റേ ദിവസം തന്നെ മുമ്മു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിന്നാണ് അവളെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത്. എങ്ങോട്ട്? അവളുടെ അച്ഛന്റെ വീട്ടില്. എന്നാൽ അവൾക്ക് ജിന്നിന്റെ കൂടെ പോയാൽ മതി, ഞാൻ നിന്റെ കൂടെ വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ അവൻ കേൾക്കില്ല. നീ അച്ഛന്റെ കൂടെ പോയി നിന്നാ മതി എന്ന് പറയുമ്പോൾ അവൾ അവളുടെ വിഷമങ്ങളൊക്കെ പറയും. അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ അറിയുവാണെങ്കിൽ, എനിക്ക് ന്യൂട്രീഷൻ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുവാണെങ്കിൽ അച്ഛൻ ഇനിയും കുടിക്കും. ഒരുപാട് കുടിച്ച് ലാസ്റ്റ് ബോധമില്ലാതെ അച്ഛന്റെ ഹെൽത്ത് ഒക്കെ ഒരുപാട് നശിച്ചു പോകും എന്റെ ഈ കാര്യം അറിഞ്ഞാൽ. അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണ്ട. പിന്നെ അമ്മയാണെങ്കിൽ അമ്മയുടെ കുട്ടീനെ നോക്കണം. അതുകൊണ്ട് തന്നെ എന്നെ നോക്കാനായിട്ടൊന്നും സമയം കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞ് അവള് വിഷമിക്കും. അത് ഈ കൊച്ചുകുട്ടികൾ വിഷമിക്കത്തില്ലേ, അതുപോലെ. അത് കേൾക്കുമ്പോൾ അവനും പാവം തോന്നും. കുറച്ചു നേരം വണ്ടി ഒതുക്കിയിട്ട് അവൻ ആലോചിക്കും എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ. കഴിഞ്ഞ രാത്രി അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് ആരും ഇല്ലാന്ന് നീ വിചാരിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്, അതുപോലെ തന്നെ നിനക്ക് എന്റെ വീട് നിന്റെ വീടായിട്ട് കാണാന്ന്. അവൻ അങ്ങനെ പറഞ്ഞു പോയത് കൊണ്ട് തന്നെ വണ്ടി എടുത്ത് അവന്റെ വീടിന് എങ്ങോട്ട് പോകും. അങ്ങനെ വണ്ടി ഓടിച്ച് നേരെ ജിന്നിന്റെ വർക്ക്ഷോപ്പിൽ ചെല്ലാണ്. അവിടാണ് അവന്റെ റൂം ഉള്ളത്. അവിടാണ് അവള് താമസിക്കാനായിട്ട് കരുതിയിരിക്കുന്നത്. അവള് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഡ്രസ്സ് മാറാൻ പോവാ, അങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ആദ്യം തന്നെ റൂമിലോട്ട് ഓടിപ്പോകും. അവൾക്ക് റൂമിൽ പോയിട്ട് എന്തോ ഒരു കള്ളത്തരം ഇല്ലേ, അതുകൊണ്ടല്ലേ അവനോട് അകത്തോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞത്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ പോകുമ്പോൾ മനസ്സിലാവും. അവൾ അകത്ത് കയറി വന്നിട്ട് അവന്റെ റൂം എല്ലാം പരിശോധിക്കും. കാരണം കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കീ ചെയിൻ ഉണ്ട്, ആ കീ ചെയിനിനകത്ത് ഏതോ ഒരു പെൺകുട്ടിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അത് നോക്കാനായിട്ട് വന്നിരിക്കുകയാണ്, അത് ഏത് പെൺകുട്ടിയാണെന്ന് അറിയാനായിട്ട്. ആ കീ ചെയിനിൽ മറ്റാരുടെ പേരുമല്ല, അത് മുമ്മുവിന്റെ പേര് തന്നെയാണ്. എന്നാൽ അവൾക്കത് അറിയത്തില്ലല്ലോ. എവൾ അവിടെ മൊത്തം പരതപ്പോ ആ കീ ചെയിൻ ഒന്നും കിട്ടുന്നില്ല. അതുമല്ല, അവിടെ അവൻ വാങ്ങിച്ചു വെച്ചേക്കുന്ന പാഡ് കാണും, അതിനകത്ത് തന്നെ പ്രൊട്ടക്ഷനും ഉണ്ട്. അത് കാണുമ്പോൾ അവളൊന്ന് പേടിച്ച് അതിനെ പൊത്തി പിടിച്ചിട്ട് ഡ്രസ്സ് മാറി പുറത്തോട്ട് ഇറങ്ങി ചെല്ലും. അവൻ അവൾക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി അവിടെ കാത്തിരിപ്പുണ്ട്. എന്നാൽ പാലാണ് അവിടെ വെച്ചേക്കുന്നത്, അത് അവൾക്ക് വേണ്ട. എനിക്ക് പാൽ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ മുട്ട കഴിച്ചോളാൻ പറയും. പക്ഷെ അത് അവൾക്ക് വേണ്ട. എന്നാ പിന്നെ നീ വീട്ടിൽ പൊയ്ക്കോ, അച്ഛന്റെ കൂടെ പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടാനായിട്ട് നിൽക്കുമ്പോൾ അവൾ അവിടെ ഇരുന്ന് കഴിയും. ഇനിയിപ്പോൾ കഴിച്ചില്ലെങ്കിൽ അവൻ അവളെ പറഞ്ഞു വിട്ടാലോ. അതുമല്ല, പാല് തണുത്ത് പോയിട്ടുണ്ട്, അത് അവൻ എടുത്തോണ്ട് പോയി ചൂടാക്കും അവൾക്ക് കൊടുക്കാനായിട്ട്. ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് ക്രഷ് അടിക്കും. അതുപോലെ അവൾ കഴിക്കുന്നുണ്ടോ എന്ന് അവൻ നോക്കുന്നുണ്ട്. ഈ നേരം ഓണർ സ്നേക്കിയുടെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അവളുടെ ആൾക്കാരെയൊക്കെ അടിക്കുകയാണ്. കാരണം കഴിഞ്ഞ രാത്രി അവന്റെ കസിനെയാണ് ഓട്ടിച്ചോണ്ട് പോയിരിക്കുന്നത്. കൂട്ടുകാരിയില്ലേ, അവളെ തന്നെ. അവൻ വന്നിട്ട് സ്നേക്കി കാണും. എന്നിട്ട് ഇനി എന്റെ കസിന്റെ പിറകെ കാണാൻ നടക്കുവാണെങ്കിൽ നിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കും. അവളുമായിട്ട് കൂട്ടുകൂടുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവളുടെ ഇഷ്ടം കൂടെ നീ പരിഗണിക്കണം. എപ്പോഴും ആൾക്കാർ പിടിച്ചോണ്ട് പോകാനൊന്നും നീ ചിന്തിക്കാൻ പാടില്ല. ഇനി അങ്ങനെ കാണാൻ ഉണ്ടായാൽ നിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഓണർ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. വീണ്ടും മുമ്മുവിനെ കാണിക്കുകയാണെങ്കിൽ മുമ്മു
സ്കൂളിൽ വന്നിട്ടുണ്ട്, കൂട്ടുകാരിനെ കാണും. അവൾക്ക് ഈ സ്കൂളിൽ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്നാൽ അമ്മ പറയുന്നത് കാനഡയിലോട്ട് ചെല്ലാനാണ്. പക്ഷെ അവൾക്ക് പോകാനായിട്ട് താല്പര്യമില്ല. അതുപോലെ ഇവിടെ പഠിക്കണമെങ്കിൽ ഇവിടുത്തെ ലാംഗ്വേജ് അറിയണം. ഇത് തായ്ലൻഡ് ആണ്. അതിനിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഈ കൂട്ടുകാരിയുടെ ഒക്കെ ഫാമിലി ഒരു സ്കൂൾ നടത്തുന്നുണ്ട്, ലാംഗ്വേജ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്കൂള്. നമുക്ക് അവിടെ പോയി അഡ്മിഷൻ എടുക്കാന്ന് പറഞ്ഞ് കൂട്ടുകാരി അവളെ കൊണ്ട് ആ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കും, തായ്ലൻഡ് ഭാഷ സംസാരിക്കാനായിട്ട്. അഡ്മിഷൻ ഒക്കെ എടുത്ത് പുറത്ത് വന്നിരുന്നിട്ട് കൂട്ടുകാരി ഓരോ ഭാഷയായിട്ട് പറഞ്ഞു കൊടുക്കും. ചെറിയ ചെറിയ വാക്കുകൾ, സുഖാണോ, താങ്ക് യു, അങ്ങനെയുള്ള കാര്യങ്ങൾ തായ്ലൻഡിൽ പറഞ്ഞു കൊടുക്കും. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ജിന്നിന്റെ വർക്ക്ഷോപ്പിൽ വരും. രാത്രി സമയമായിട്ടുണ്ട്. എന്നാൽ അവിടെ വന്ന് നോക്കുമ്പോൾ ജിന്നിനെ കാണാനായിട്ടില്ല. ജിൻ എങ്ങോട്ടോ പോയി. ജിൻ അവിടെ പോയെന്ന് നോക്കിയാൽ അവൻ ആ ഒരാളെ കാണാൻ വന്നേക്കാണ്, റേസിംഗിന്റെ കാര്യം സംസാരിക്കാനായിട്ട്. റേസിംഗ് വരാനായിട്ട് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അവനത് നേടിയേ പറ്റത്തുള്ളൂ, എന്നാലേ അവന് ടോപ്പ് 10 കയറാൻ പറ്റത്തുള്ളൂ. എന്ത് കാര്യം സംസാരിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. ആ മത്സരത്തിൽ 3-ാം സ്ഥാനം വരെ കയറിയാൽ അവന് ടോപ്പ് 10 കയറാന്നാണ് പറയുന്നത്. അതേതാ മനുഷ്യനൊന്നും കാണിക്കുന്നില്ല. ഇപ്പൊ കൂട്ടുകാരിയും അതുപോലെ തന്നെ മുമ്മും വന്ന് നോക്കുമ്പോൾ ജിന്നിനെ കാണാനില്ലല്ലോ. മുമ്മു വിചാരിക്കുന്നത് ജിന്ന് മനഃപൂർവ്വം അടച്ചിട്ടേക്കുന്നതാണെന്നാണ്, അവൾ അകത്തോട്ട് കയറ്റാതിരിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ എന്നെ എന്റെ അച്ഛന്റെ വീട്ടിലാക്കിയാൽ മതി എന്ന് പറഞ്ഞ് കൂട്ടുകാരിനെ കൊണ്ട് അവിടെ നിന്ന് കാർ അടിപ്പിക്കും. കൂട്ടുകാരി അവളെ അച്ഛന്റെ വീട്ടിൽ കൊണ്ടാക്കും. എന്നാൽ അവിടെ വന്ന് നോക്കുമ്പോൾ വീട്ടിൽ ആരുമില്ല, കൊട്ടിയിട്ടും തുറക്കുന്നില്ല. എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അവൾക്ക് ആരുമില്ല. അത് മനസ്സിലാക്കിയിട്ട് അവൾ ആകെ വിഷമിച്ച് അതുവഴി നടന്നു പോവാണ്. ഇനി എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. ഇപ്പൊ ഇതും കാണിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ ഓക്കെ ബൈ.